അപ്പൊ അത് ദേ തുറക്കുവാട്ടോ, ഓപ്പൺ ചെയ്യുവാട്ടോ. ദേ ഹായ്, നല്ല അടിപൊളി. ഇഷ്ടപ്പെട്ടോ? നോക്കട്ടെ. ഞങ്ങളൊരു ട്രൈപ്ലേ അല്ലേ, ട്രൈപ്ലേ ഇൻഡസ് വാലി ഒന്നുമല്ല. ഇൻഡസ് വാലിയിൽ നിന്നൊരു ട്രൈപ്ലേയുടെ ചീനച്ചട്ടി ചെയ്തിട്ടുണ്ടായിരുന്നു ഓൺലൈൻ വഴി. അപ്പം അത് നമുക്ക് ഇന്നിപ്പോൾ കൊറിയർ വന്നു. ഞങ്ങൾ ഊണ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ വന്നു, ഇതോടെ വെച്ചേച്ച് പോയി. ഞങ്ങൾ ഇപ്പം തന്നെ ഞാൻ പറഞ്ഞു ഇപ്പം അത് നോക്കിക്കൊണ്ടിരിക്കണം, നമുക്കതങ്ങനെ തുറക്കാമെന്ന് പറഞ്ഞു. അപ്പം അത് ദേ തുറക്കുവാട്ടോ, ഓപ്പൺ ചെയ്യുവാട്ടോ. ദേ നോക്കിക്കോ. സസ്പെൻസ് ഇല്ല, കാരണം വെള്ളിയാഴ്ചയാ ഇത് ചെയ്തത്. അപ്പം ഇത് ഞാൻ 1-2 സ്ഥലത്ത് കണ്ടായിരുന്നു. പക്ഷെ ഇപ്പം കണ്ടപ്പോൾ എനിക്ക് പറ്റിയ വലിപ്പമുള്ളത് അവിടെ ഉണ്ടായില്ല. അപ്പം ഞാൻ ഇവളോട് ഇങ്ങനെ പറഞ്ഞ് 24 ഒക്കെ നോക്കാൻ പറഞ്ഞപ്പോൾ ഇവള് പറഞ്ഞു 20 മുതൽ ഇൻഡസ് വാലി കിടപ്പുണ്ടെന്ന് പറഞ്ഞു. 20 ഇച്ചിരി ചെറുതല്ലേ, 24 എടുക്കാന്ന് പറഞ്ഞപ്പോ ആയ് നല്ല അടിപൊളി. ഇഷ്ടപ്പെട്ടോ? നോക്കട്ടെ. മുഖം പൂനില പോലെയായി. ആയി, നല്ല ഉദ്ദേശിച്ച വലിപ്പാട്ടോ. ഞാൻ DIYയിൽ കണ്ടത് 22 ഞാൻ പറഞ്ഞില്ലേ, കണ്ടായിരുന്നു. നല്ല അടിപൊളി. അപ്പൊ അവരുടെ ഇതിന്ന് വീണത് അതൊക്കെ നോക്കാം നമുക്ക് എന്നാന്നുള്ളത്. എടുക്കട്ടെ കേട്ടോ. ലിഡ് ഉണ്ട്. ഞാൻ ഷോപ്പിൽ കണ്ടതിന് ലിഡ് ഇല്ലായിരുന്നു. അടിപൊളിയാ. ഇത് നമുക്ക് ധാരാളാട്ടോ വലിപ്പം. 24 നല്ല കട്ടിയുണ്ട്. അതെ, നല്ല കുഴിവുണ്ട്. ലെവൽ ബേസ് അല്ല, നല്ല കുഴിയുണ്ട്. റൗണ്ട് ഇതായിട്ട് റൗണ്ട് ഇത് എന്നാ കുറച്ച് ലെവലുമാണ്, കൂടുതൽ റൗണ്ട് ബേസ്. ദേ നല്ല ഒന്നാന്തരം കടായി, അടിപൊളി. അതിന്റെ പുറകിലെ ഒന്ന് കാണിക്കും. കാണാൻ നല്ല ലുക്ക് ഉണ്ട് അല്ലേ? അതിൽ എഴുതിയേക്കണ വായിച്ചോ, ട്രൈപ്ലൈ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഡിഷ് വാഷർ സേഫ്, ഗ്യാസ് സ്റ്റൗ സേഫ്, ഇൻഡക്ഷൻ സേഫ്. അത് നോക്കിയാ മേടിച്ച കാര്യങ്ങൾ. ഇൻഡക്ഷൻ ഉപയോഗിക്കാവോ എന്നുള്ളത് ഞങ്ങൾ നോക്കി ചെക്ക് ചെയ്തേച്ചാ മേടിച്ചത്. അതിന് കാരണം നിങ്ങൾക്ക് അറിയാലോ, ഇപ്പോഴത്തെ ഇത് വെച്ച് ഇൻഡക്ഷൻ യൂസ് ചെയ്യേണ്ടതായിട്ട് ചിലപ്പോൾ വരും. ഇൻഡക്ഷൻ ഇവിടെ മേടിച്ച് തന്നിട്ടുണ്ട് നേരത്തെ ഒരു പ്രാവശ്യം, ഒരു വിമൻസ് ഡേക്ക് എങ്ങാണ്ട് ഇവിടെ എനിക്ക് പ്രൈസ് ആയിട്ട് തന്നതാണത്. അപ്പം അല്ല, ഗിഫ്റ്റ് തന്നതാണ്. അപ്പം അതിൽ ഉപയോഗിക്കാനും കൂടെ പറ്റിയത്. ഇനിയിപ്പോൾ ഗ്യാസ് സ്റ്റൗ മാത്രം നോക്കിയിരുന്നിട്ട് കാര്യമില്ല. ഈ സ്റ്റീലിൻ്റെ ഇഷ്ടം 1, 2, 3 ചീനിച്ചട്ടി എനിക്കുണ്ട്. ഒരെണ്ണത്തിന് ഇന്നലെ കോഴിക്കോട്ടം മിടയാനെടുത്ത അതിന് നല്ല കട്ടിയുണ്ട്. അതെന്നേരം 20 സെന്റിമീറ്റർ ഉള്ളൂ. 20 ആണോ 18 ആണോ എന്ന് ഓർക്കണില്ല. അത് ഈ സ്റ്റീൽ ഇറങ്ങി അടയ്ക്കാൻ തൃപ്പൂണിത്തുറ ഷോപ്പിൽ നിന്ന് മേടിച്ചതാ. പിന്നെ ഒരെണ്ണം ഉള്ളത് അതുപോലെ തന്നെ ചെറുത് ഒരെണ്ണം ഉണ്ട്. പിന്നെ ഒരെണ്ണം ഒരു വലുതുണ്ട്, പക്ഷെ അടിയിൽ കോപ്പർ ബോട്ടാണ്. അതിനൊന്നും ഉദ്ദേശിച്ച രീതിയിലുള്ള കട്ടിയില്ല. ഇതിന് നല്ല കട്ടിയുണ്ട്, ഇൻഡക്ഷനിൽ യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പൊ ഇത് നമുക്ക് ഉദ്ഘാടനം ചെയ്യണേ എന്നാന്നറിയാവോ? എന്റെ മനസ്സിലിരിക്കണ ഇന്ന് ഓശാന ഞായറാട്ടോ, എന്റെ മനസ്സിലിരിക്കണ പെസഹാപ്പാല് കുറുക്കാന്ന് ആദ്യം. അപ്പൊ ദേ അതിന്റെ ലിഡും ഉണ്ട്. വളരെ നല്ല ബൈങ് ആയിപ്പോയി നമ്മുടെ. റേറ്റ് പറഞ്ഞു എടുക്ക. ഇനിയിപ്പോ ഏതായാലും തുറക്കാനുള്ളതല്ലേ ഇത്, തുറന്നേക്കാം. അടിപൊളി. ലിഡും ട്രൈപ്ലൈ ആന്ന് തോന്നുന്നല്ലേ? അല്ല, അതിന്റെ തന്നെയാണല്ലോ, സെറ്റ് ആയിട്ട് വന്നല്ലേ. നല്ല രസമുണ്ട്. 2159 രൂപയാണ്. ബില്ല് കാണിച്ചു തരാം. ഇതില് ബില്ല് ചിലപ്പോ ഉണ്ടാവും. നോക്കട്ടെ, ഓഫർ കഴിഞ്ഞിട്ടുള്ള റേറ്റാ. നോക്കട്ടെ കേട്ടോ. ഇതില് അത് കാറിന്റെ ഏതാണ്ടാ ആ ബില്ല് കാണിച്ചു തരാം കേട്ടോ. നീ ഓൺലൈൻ ഇതില് ബില്ലല്ല, അല്ല ഏതാണ്ട് ഉണ്ട്. നോക്കട്ടെ. അവരുടെ എന്തൊക്കെയോ കാർഡുകളൊക്കെ അതൊക്കെ വായിച്ചു നോക്കണം. ബിഫോർ ദ ഫസ്റ്റ് യൂസ് ചെയ്യണതിന് മുമ്പ് ഹൗ ടു കെയർ ഫോർ യുവർ ഇൻഡസ് വാലി സ്റ്റെയിൻലെസ് സ്റ്റീൽ. എങ്ങനെ ഉപയോഗിക്കണം അതൊന്ന് നോക്കണം. നോക്കണം, അല്ലാതെ യൂസ് സംഗതി അടിപൊളിയാ. നല്ല സാധനം കേട്ടോ, വളരെ നന്നായിട്ടുണ്ട്. ഓക്കെ. ഈ ട്രൈപ്ലൈ സ്റ്റെയിൻലെസ് സ്റ്റീൽ കുക്ക് വെയർ എന്നൊക്കെ ഈയിടെയായിട്ട് ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ട്. പക്ഷേ എന്താണെന്ന് സത്യത്തിൽ അറിയണ്ടായിരുന്നില്ല കേട്ടോ. ഇത് മേടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിയപ്പോഴാണ് ട്രൈപ്ലൈയെക്കുറിച്ച് കുറച്ച് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ആമസോണിലും അതുപോലെ ഇവരുടെ സൈറ്റിലും തന്നെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ട്രൈപ്ലൈ എന്ന പേര് പോലെ തന്നെ 3 ലെയർ തിക്ക് ബോഡിയാണ് ഇതിനുള്ളത്. അതായത് ഔട്ടർ ലെയർ സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോട്ടം, മിഡിൽ ലെയർ അലൂമിനിയം, അതിന് പക്ഷേ ഫുഡായിട്ട് കോണ്ടാക്ട് വരുന്നില്ല. പിന്നെ ഇന്നർ ലെയർ ഫുഡ് ഗ്രേഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഇങ്ങനെയാണ് അവരുടെ സൈറ്റിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനത് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കണ്ടതാണ് കേട്ടോ. പിന്നെ ഈ ട്രൈപ്ലൈയുടെ വേറൊരു അഡ്വാൻറ്റേജ് ആയി കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിൽ ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽ കോട്ടിങ്സ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയുണ്ട് കുറേ ഫീച്ചേഴ്സൊക്കെ. ഈ ട്രൈപ്ലൈ സ്റ്റെയിൻലെസ് സ്റ്റീൽ കടായി ഉണ്ടല്ലോ, ഇത് ഗ്യാസിലും ഇൻഡക്ഷനിലും വെക്കാം എന്നാണ് പറഞ്ഞേക്കണേ. എന്ന് വെച്ചാൽ എടുത്താൽ പൊങ്ങാതിരിക്കാൻ പറ്റുന്ന പോലുള്ള വെയിറ്റ് ഒന്നും ഇതിനില്ല കേട്ടോ.
ആവശ്യത്തിനുള്ള കട്ടിയും ക്വാളിറ്റിയും അത് പിടിക്കുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നോൺ സ്റ്റിക്കിനേക്കാളും ഓർഡിനറി സ്റ്റീലിനേക്കാളും 3 times ബെറ്റർ ആണ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ലിഡ് കൂടി ചേർത്ത് മേടിച്ചത് നന്നായി എന്ന് തോന്നി. കാരണം അതിൻ്റെ ആ ഒരു ഫുൾ സെറ്റായിട്ട് മേടിക്കുമ്പോഴാണല്ലോ അതിൻ്റെ ബെനിഫിറ്റ്സ് കംപ്ലീറ്റ്ലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. അതിൻ്റെ ലിഡ് കൂടി അടച്ചു കഴിഞ്ഞാൽ ശരിക്കും ഒരു മിററിലേക്ക് നോക്കുന്ന പോലെ ഇരിക്കും. ഇതിപ്പോൾ 24 centimeterൻ്റെയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. 3 ലിറ്റർ 2-3 ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് കുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഇത്രയൊക്കെ ഡീറ്റെയിൽസ് പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് പ്രൊമോഷൻ അല്ലേന്ന്. ഒരിക്കലും അല്ല, ഇത് പ്രൊമോഷൻ അല്ല, നമ്മൾ പൈസ കൊടുത്ത് തന്നെ മേടിച്ചതാണ്. ബില്ലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2159 രൂപയാണ് കേട്ടോ. ഈ ട്രൈപ്ലൈ സ്റ്റെയിൻലെസ് സ്റ്റീൽ കടായിയെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ അത് നിങ്ങളുടെ അടുത്തും കൂടി ഒന്ന് ഷെയർ ചെയ്യണം തോന്നി. അതിൻ്റെ ഭാഗമായിട്ട് മാത്രം പറഞ്ഞാണ് കേട്ടോ. ഇത് വാങ്ങുന്നത് വാങ്ങാതിരിക്കുന്നത് അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം മാത്രമാണ്. ഞങ്ങളിതിപ്പോൾ 2-3 തവണ യൂസ് ചെയ്തു. വളരെ ഇഷ്ടമായി കേട്ടോ ഈ പാത്രം, അമ്മയ്ക്ക് പ്രത്യേകിച്ച്.